നമ്മൾ ദൈവസ്വരം എത്രയോ നാളുകളായി കേൾക്കുന്നവരാണ്. ദൈവസ്വരം കേൾക്കുന്ന നമ്മൾ ആ സ്വരത്തോട് പ്രതികരിക്കുമ്പോഴാണ്, റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അത് നമ്മിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അഭിഷിക്തരുമാക്കി രൂപാന്തരപ്പെടുത്തുന്നതും. വചനം കേട്ട ഉടനെ അത് മറക്കുന്നവരല്ല, വചനം കേട്ട് അതിനെ മറന്നുകളയുന്ന ആത്മവഞ്ചകരല്ല, വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരായി മാറാനുള്ള കൃപാവരം നമ്മൾ കർത്താവിനോട് യാചിക്കേണ്ടതുണ്ട്. അനനിയാസ് എന്ന ഒരു സഭാ നേതാവാണ് സൗളിനെ മനസാന്തരപ്പെടുത്തുന്നത്. അദ്ദേഹം 72 ശിഷ്യന്മാർ, ഈശോ സുവിശേഷം അറിയിക്കാനായിട്ട് അയച്ച 72 പേരിൽ ഒരാളാണ് എന്ന് പറയുന്ന വായനകൾ കണ്ടിട്ടുണ്ട്. സൗളിൻ്റെ ശുശ്രൂഷ ഈ മാനസാന്തരത്തോടുകൂടി ആരംഭിക്കുകയാണ്. അദ്ദേഹം ദമാസ്കസിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു. അവിടെ പീഡനമുണ്ടായപ്പോൾ അദ്ദേഹത്തെ അവർ ജെറുസലേമിലേക്ക്